ഒരുമിച്ച് നമുക്ക് ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് കടന്നു വന്ന ജോലികാര്യങ്ങൾ ബന്ധപ്പാടുകളൊക്കെ മാറ്റി ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഇതുവരെയും നല്ല അനുഗ്രഹീതമായ ആത്മീയ അന്തരീക്ഷത്തിൽ നല്ല ആത്മനടത്തിലുള്ള ഗാനങ്ങളൊക്കെ പാടി നമ്മെ ആരാധനയ്ക്കായ ഉത്സാഹം നൽകുവാൻ ഉപയോഗിച്ച കർത്തൃദാസന്മാരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ, സീനിയർ പാസ്റ്ററായിരിക്കുന്ന തൻ്റെ പിതാവ്, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഓക്കെ, ബാക്കി പരിചയപ്പെടലൊക്കെ നമുക്ക് വിശ്രമ സമയങ്ങളുണ്ടല്ലോ. മുഴുവൻ സമയവും ദൈവവചന ധ്യാനത്തിനായി വേർതിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് 1:45. മതി, 1-2 പേർക്ക് കൂടി ആ വാക്യം വായിക്കാം. 1:45. ആമേൻ. എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വായിച്ചേ. നമുക്ക് ഒരുമിച്ച് ആ വാക്യം തിരുവഴുത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുമിച്ച് നമുക്ക് ചേർന്ന് വായിക്കാം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മളെ വാക്യം ഒന്ന് കാണാപ്പാഠം പഠിക്കാനാണ് പലരെ കൊണ്ട് വായിപ്പിച്ചത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ചില വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമൊന്നും ഓർക്കുന്നില്ല, എന്താണേലും 5-6 വർഷം കഴിഞ്ഞു, മണക്കാല സെമിനാരിയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ തന്നെ മറന്നുപോയി. എന്നാൽ ആ പ്രസംഗത്തെ പരിചയപ്പെടുത്തി ഞങ്ങളെയൊക്കെ പരിചയപ്പെടുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. കാരണം റിസൾട്ടുണ്ട്. നല്ല നിലത്ത് വീണ വിത്ത് പറവകളെടുത്ത് കളയാതെ, കളകൾ അതിനെ ഞെരുക്കിക്കളയാതെ, വാടിപ്പോകാതെ അങ്ങനെ വേണം ദൈവവചനം നമ്മുടെ അകത്ത്. പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ശുശ്രൂഷിക്കുന്ന വചനം ജനഹൃദയങ്ങളിൽ കിടക്കണം. സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ വായിച്ചു. നമുക്ക് കാണാപ്പാഠം അറിയാം. എങ്കിലും ഇനിയും ആ വേദഭാഗങ്ങൾ എപ്പോൾ നിങ്ങൾ വായിച്ചാലും കേട്ടാലും എൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. കർത്താവിൻ്റെ മുഖമാണ്, അല്ല ഇന്ന ഭാഷയിൽ നിന്ന് കേട്ട. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇത് ആരോട് പറഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. വളരെ ബാലപാഠമാണ്. 1-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ്റെ പിതാവായ സെഖര്യാവ്, എലിസബത്ത്, സ്നാപക യോഹന്നാൻ, യേശുവിന് ജനനം കൊടുത്ത മറിയയെ വിവാഹം ചെയ്ത ജോസഫ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യക്തികളാണുള്ളത്. താഴേക്ക് വരുമ്പോൾ മറ്റു ചിലർ കൂടെ, ഹന്ന, ശിമയോൻ, ഇങ്ങനെ കുറച്ച് പേർ കൂടെ ഉണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയ ആയില്ല, ഏതാണ്ട് എൻ്റെ ബിഗിനിങ് സ്റ്റേജ്, ഏറ്റവും ആരംഭ സമയത്ത് ഗബ്രിയേൽ ദൂതൻ പരിചയപ്പെടുത്തിയതനുസരിച്ച് തൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്തിൻ്റെയും സെഖര്യാവിൻ്റെയും വീട്ടിൽ ചെന്നു. അവിടെ ചെന്നവരെ വന്ദനം പറഞ്ഞു. മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ച് മറിയയെ അനുഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹ വചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളാണ് നമ്മൾ ഇന്ന് പകൽ ധ്യാനത്തിനായി എടുക്കുന്നത്. അതിങ്ങനെയാണ്: കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന്
വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവതി? വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങളിൽ പലർ കിടപ്പുണ്ട്. അതല്ല, ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ആരാണ്? ഒന്ന് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഞാൻ അതിനാണ് പലരെ കൊണ്ട് വായിപ്പിച്ചത്. ആരാണ് ഭാഗ്യവാൻ? കർത്താവ് തന്നോട് അരുളി ചെയ്തത്. ആമേൻ. അത് എലിസബത്തിൻ്റെ വാക്കുകൾ അച്ചടി ഭാഷയിൽ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അച്ചടി ഭാഷയാണ്. നമുക്കതിനെ സംസാര ഭാഷയിൽ, ഇപ്പോൾ നമ്മളൊക്കെ സാധാ സംസാരിക്കുന്നത് അച്ചടി ഭാഷയൊന്നുമല്ല, സംസാര ഭാഷയാണ്. ഇതുപോലെ സംസാര ഭാഷയിൽ നമുക്ക് ആ വാക്യം ഒന്ന് പറയാം. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കർത്താവ് നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഒത്തിരി 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 ഒത്തിരി. അത് നമ്മുടെ കണ്ണടയുന്നതിന് മുൻപ്, ഹല്ലേലൂയ, 90-ാം സങ്കീർത്തനം വായിക്കുന്നതിന് മുൻപ് അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അവരാണ് ഭാഗ്യവാൻ, ഭാഗ്യവതി. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മോട് പറഞ്ഞതോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? ഈ വചനമാകുന്ന കണ്ണാടി നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ 2-ാം പകലിൽ ഒരു ആഴമായ ശുദ്ധീകരണവും മടങ്ങിവരവും, നമ്മുടെ പിന്മാറ്റ ജീവിതത്തിൽ നിന്നൊരു യഥാസ്ഥാപനവും നമുക്ക് ആവശ്യമാണ്. കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ വിശ്വാസം കൂടിയേ പറ്റൂ. വിവിധങ്ങളായ വിശ്വാസങ്ങളുണ്ട്. ചില ഭക്തന്മാർ പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ കറൻസിയാണ് വിശ്വാസമെന്ന. പൈസ കൊടുക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ കിട്ടുന്നത്. അരി കിട്ടണമെങ്കിൽ, മീൻ കിട്ടണമെങ്കിൽ, ഇറച്ചി കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം. ഇതുപോലെ സ്വർഗത്തിലെ പൈസയാണ്, കറൻസിയാണ് എന്ത്? ഇതുണ്ടെങ്കിൽ അവിടുന്ന് വല്ലോം കിട്ടൂ. ഹല്ലേലൂയ. ഇപ്പോൾ ബാക്കി ഈ ലോകത്തിലെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഈ സമ്പത്ത് മാത്രം, ഈ ധനം മാത്രം പലർക്കും ഇല്ല. അതെല്ലാം പോയി. അതുകൊണ്ട് ഇന്ന് പകൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ മെഡിക്കൽ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും, അല്ലേ? ടെസ്റ്റ് ചെയ്തില്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിൽ പോകാതിരിക്കുമോ? ഇല്ല, ചിലപ്പോൾ വേഗം സ്വർഗത്തിൽ ചെല്ലും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഷുഗറും പ്രഷറും ടെസ്റ്റ് ചെയ്തില്ലെന്ന് വിചാരിച്ച് നരകത്തിൽ പോകുമൊന്നുമില്ല. പക്ഷെ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരിശോധിച്ചില്ലെങ്കിൽ അത് ഗുരുതരമാണ്. ബാക്കിയെല്ലാം നോർമലാണെങ്കിലും വിശ്വാസത്തിലിരിക്കുന്നുവോ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, കാഴ്ചയാലല്ല. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും വരാതിരിപ്പാൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുവാൻ കൃപ തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്വരിലായിരിക്കുക. ഒരുപാട് വിശ്വാസമുണ്ട് ലോകത്തിൽ. അന്ധവിശ്വാസങ്ങൾ ഒത്തിരിയുണ്ട്. എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നും വിശ്വസിക്കുന്നവർക്കല്ല. ഈ നമ്മുടെ ഇടയിലും ഉണ്ട് പല വിശ്വാസമുള്ളവർ. ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ വീടിൻ്റെ പാലുകാശ്, ഒരു വലിയ വീടാണ്, അന്ന് ഏതാണ്ട് ഒരു 3 കോടി രൂപ, ഇന്നേക്ക് ഒരു 10-15 വർഷം മുമ്പാണ് മുടക്കി പണിതൊരു വീട്. കൊട്ടാരം, ഒരു ചെറിയ കൊട്ടാരം, വളരെ നല്ല ആർക്കിടെക്ട്, നല്ല സൂപ്പറാണ്. പക്ഷേ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഈ ഫ്രണ്ട് നല്ല ഭയങ്കര പരിപാടികളാണ്. ഫ്രണ്ട് ചുമരിൽ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് പൈപ്പ് പോകുന്ന ഒരു ദ്വാരം, ഈ തൂൺ, ഇതിൻ്റെ പില്ലറുണ്ടല്ലോ, ഈ പൈപ്പ് അത്രയുമുള്ള ഒരു എയർ ഹോളൊന്നുമല്ല. അവിടെ അങ്ങനെ ഒരു എയർ ഹോളിൻ്റെ ആവശ്യമൊന്നും കാണുന്നില്ല. എന്തോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിരിക്കും, നമുക്കറിയില്ലല്ലോ. പക്ഷേ കയറി അകത്തോട്ട് ചെന്നപ്പം അതേ ചുമരിൽ നേരെ അപ്പുറത്തും അങ്ങനെ തന്നെ
ഷെഡാ. ഇങ്ങനെ ഒരുപാട് ചുവരുകളുണ്ട്, ഒത്തിരി മുറികളുള്ളൊരു വീടാണ്. അവസാന ഭിത്തിക്ക് വരെ ഒരേ ലെവലിൽ ഒരു പെന്തിക്കോസുകാരൻ്റെ വീടാണ്. അത് ഏതോ ഒരു ആശാരി പറഞ്ഞു ഇതുവഴി ഒരു പോക്ക് വരവുണ്ട്, ഇതുവഴി. അപ്പം അവിടെ വീട് വെച്ച പ്രശ്നമാണ്. പക്ഷെ അവർക്ക് വേറെ സ്ഥലമില്ല, സ്ഥലം ഉണ്ടെങ്കിൽ നല്ല സ്ഥലം. അപ്പം പിന്നെ ഇതുപോലൊരു വഴി പുള്ളിക്ക് ഇട്ടുകൊടുത്താൽ ശല്യം ചെയ്യല. അപ്പം ആ പെന്തിക്കോസുകാരൻ അതുപോലൊരു വഴി ഇട്ടു. അതും ഒരു വിശ്വാസമാണ്. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി അങ്ങനത്തെ ആ വിശ്വാസക്കാരനൊരു വീട് പണിയൊക്കെ വരുമ്പോഴാണ് പെന്തിക്കോസുകാരുടെ മൂത്ത വിശ്വാസം. അപ്പം ഇങ്ങനത്തെ പാർട്ടികളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ വാക്തത്വം ചെയ്ത വിശ്വസ്തനായ ഉവ്വ് ഉവ്വ് എന്ന് മാത്രം പറയുന്ന സത്യവാനായ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ അപ്പൻ ഹല്ലേലൂയ നമ്മോട് പറഞ്ഞിരിക്കുന്ന തൻ്റെ വചനത്തിലൂടെ കൃപാവരങ്ങളുള്ള ദൈവദാസിദാസന്മാരുടെ ദർശനങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ പാട്ടുകളിലൂടെ വിവിധ മുഖാന്തരങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിവിധമായ നിലകളിൽ ഇടപെട്ടുകൊണ്ട് നമ്മോട് സംസാരിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ഹല്ലേലൂയ അത് സംഭവിക്കുക തന്നെ ചെയ്യും, സംഭവിക്കും. ചിലപ്പോൾ ചെറുപ്പകാലത്ത് കേട്ടതാ വാക്തത്വം. 75 വയസ്സായി. ആർക്കാ? സാറയ്ക്ക്. അബ്രഹാമിന് 99 വയസ്സും. കർത്താവ് ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ തൊട്ടപ്പുറത്തൊരു കട ഞാൻ വന്ന വഴിക്ക് കണ്ടു. ഞാൻ 1-2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു സാധനം, ഒരു ബോക്സ്. ഇനിയിപ്പോൾ ഒരു ബോക്സൊക്കെ ബുക്ക് ചെയ്താൽ മതി. അബ്രഹാമിനും സാറയ്ക്കും പെട്ടിക്കറ സമയമായി. ഇനിയിപ്പോൾ പെട്ടിക്കുള്ള പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഹല്ലേലൂയ. നിർജീവമായി. എന്നാലും കർത്താവിൻ്റെ വാക്തത്വം ഉണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ടേ പെട്ടിക്കകത്ത് കയറൂ. ഹല്ലേലൂയ. കർത്താവേ, പിശാച് കുത്തിച്ചോർത്തിക്കളഞ്ഞ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് മറിയ വിശ്വസിച്ചത്? ഈ വിശ്വാസത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിശ്വാസത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ് ആശ എന്ന് പറയും. ഒരു പെങ്കൊച്ചിൻ്റെ പേരല്ല. ആശിക്കുകയും ചെയ്യുക, വിശ്വസിക്കുകയും ചെയ്യുക, രണ്ടും ഒരുപോലെ ഇരിക്കും. ഈ രോഗം കർത്താവ് സൗഖ്യമാക്കും എന്ന് ആശിക്കാം, വിശ്വസിക്കാം. വ്യത്യാസം. ആശിച്ചാൽ നല്ലൊരു ശവോടെ കൂടാം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം രണ്ടും ഒരുപോലെ ഇരിക്കും. ഈ കൊല്ലം 10 കുടുംബങ്ങൾ നമ്മുടെ സഭയെ വരുമെന്ന് വിശ്വസിക്കാം, ആശിക്കാം. ആശിച്ചാൽ ഉള്ളത് 2 കൂടെ പോയി കിട്ടും. ഇപ്പോൾ വിശ്വാസത്തെയും ആശയെയും തിരിച്ചറിയണം. നമ്മളിന്ന് വിശ്വാസം എന്ന് പറയുന്നതിൽ 90% ആശയാണ്, ആശിക്കുകയാണ്. കിട്ടും, നടക്കും, ജോലി കിട്ടും, കല്യാണം കിടക്കും, അത് നടക്കും, ഇത് നടക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും വരുന്നു. ദൈവവചനത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതൊന്നും വിശ്വാസമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ക്യാൻസറുണ്ട്, 10 കൊല്ലമായി. മറ്റൊരാൾക്ക് 50 കൊല്ലമായി ക്യാൻസർ, സൗഖ്യമായി. അത് കേൾക്കുമ്പോൾ എൻ്റെ ക്യാൻസർ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുകയും ആശിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. അത് തിരിച്ചറിയണം, അത് കർത്താവിൽ നിന്നാണ്. ഈ രോഗത്തിൻ്റെ പിന്നിൽ ദൈവനാമ മഹത്വത്തിനാണോ, ഇത് കൊണ്ടുപോകാമെന്ന വാഹനമാണോ, ശുദ്ധീകരണത്തിനാണോ, വിവിധങ്ങളായ ദൈവിക പദ്ധതികളെ ഗ്രഹിച്ചു വേണം വിശ്വാസമെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല, ഒരു ബൈബിൾ ക്ലാസ് അല്ല, ഉപവാസ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. എന്താണ് മറിയ വിശ്വസിച്ചത്? 26 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 1-ാം അധ്യായം 6-ാം വാക്യം, അല്ല 26 മുതൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. അടുത്ത ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു.
ദൂതനോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശുവെന്ന് പേരിടണം, അവൻ വലിയവനാകും, അവൻ അത്യുന്നതൻ്റെ പുത്രന് വിളിക്കപ്പെടും, പിതാവായ ദൈവം ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജത്വത്തിന് അവസാനമുണ്ടാകയില്ല. ഇത്രയും കാര്യങ്ങളാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ കയറി വായിച്ച സിസ്റ്റർ വായന മോശമായതുകൊണ്ടല്ല, പഴയ എൻജിനാണ്, സ്പീഡ് കുറവാണ്. അപ്പോൾ ഹൈ സ്പീഡ് എൻജിൻ, അതുകൊണ്ട് ഞാനും കയറിപ്പോയതാണ്. വായിച്ചോണം കേട്ടോ. അതൊന്നാ ഇനി പാസ്റ്റർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ ചുമ്മാ പോയപ്പോൾ ചായ കുടിക്കാൻ കയറിയതല്ല, ദൈവം അയച്ചു. ആരുടെ അടുക്കൽ? മറിയ. മറിയ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പള്ളിക്കാരെല്ലാം കൂടെ ചില്ലുകൂട്ടിൽ വെച്ച് മാലയും ഉടുപ്പിച്ച് സാരി ഉടുപ്പിച്ച് മെഴുകുതിരിയും കത്തിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പറയുന്ന മറിയൊന്നുമല്ല. ആരും അറിഞ്ഞില്ല. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ ഒരു ദാരിദ്ര്യമുള്ള വീട്ടിൽ, പാവപ്പെട്ടവരുടെ വീട്ടിൽ, ആരാലും അറിയപ്പെടാതെ ഒരു പാപം കന്യകയായ സ്ത്രീ. ഇന്നത്തെ പേരും പെരുമയൊന്നും വന്നിട്ടില്ല. സെൻറ്റ് മേരീസ്, അതിൻ്റെ പേരിൽ മഠങ്ങളില്ല, പള്ളികളില്ല, ആശുപത്രികളില്ല, ഒന്നുമില്ല. വെറുതെ ദൂതനെ അയച്ചതല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ യഹോവ നടത്തിയ ഒരു പ്രവചനം. ആ പ്രവചനം കേട്ടവരാരും ജീവിച്ചിരിപ്പില്ല. വർഷങ്ങൾ ആയിരങ്ങൾ പിന്നിട്ടു. എത്ര ആയിരം വർഷങ്ങൾ പിന്നിട്ടാലും വാക്ക് പറഞ്ഞ ദൈവം സ്വർഗീയ ഘടികാരത്തിൻ്റെ റൈറ്റ് ടൈമിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ വിശ്വസിക്കുന്നവരോ ഒന്നുമില്ലെങ്കിൽ പോലും അതിൻ്റെ റൈറ്റ് ടൈമിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കുള്ള പദ്ധതികൾ ആ ദൈവം കണ്ട വ്യക്തികളിലൂടെ നിറവേറ്റാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്താണ് ദൈവം പ്രസ്താവിച്ചത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അതൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ പുരുഷൻ്റെ സന്തതികളായി ജനിച്ചവരാണ്. സ്ത്രീയുടെ സന്തതി, അതൊക്കെ കേട്ടും പഠിച്ചിട്ടുള്ളത്. ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ചില ദൂതുകളിലേക്ക് പെട്ടെന്ന് കടക്കാൻ നമ്മളങ്ങനെ വഴി തെളിച്ചു പോകുകയാണ്. ആ സമയമായപ്പോൾ ലോകമൊന്നും അവളെ അറിയില്ലെങ്കിലും ദൈവത്തിന് കൃത്യമായിട്ടറിയാം. ഗബ്രിയേൽ തന്നെ ചുമ്മാ പറഞ്ഞ അയക്കുകയല്ല, എന്താ നല്ല കറക്റ്റ് അഡ്രസ്. ആറാം മാസത്തിൽ എന്ന് പറഞ്ഞാൽ വർഷത്തിൻ്റെ പകുതി ആറാം മാസമല്ല. ഗബ്രിയേൽ ദൂതൻ ഇതിനു മുൻപ് എലിസബത്തിൻ്റെ അടുക്കൽ വന്നു. എലിസബത്തിനും സെക്കരിയാവിനും കൂടെ സ്നാപക യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ 5 മാസം പൂർത്തിയായി. ആറാം മാസത്തിൽ അതേ ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ പിടിയിടണോ? പല ഗലീലകളുണ്ട്, പല ജോസേഫുമാരുണ്ട്. ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ്, ദാവീദ് ഗൃഹത്തിലും പല ജോസഫുമാരുണ്ട്. വിവാഹം നിശ്ചയിച്ച പല മറിയമാരുണ്ട്. കണ്ടോ നമ്മുടെ ദൈവത്തിന്? ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മളെ ആരും അറിയുന്നില്ല, കേൾക്കുന്നില്ലെന്ന്. രക്തം തന്ന് വീണ്ടെടുത്തവൻ്റെ സ്തോത്രം സ്വർഗീയ രജിസ്റ്ററിൽ നമ്മുടെയൊക്കെ പേര് കിടക്കുക. നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എത്ര ഒഴിഞ്ഞ മൂലയിൽ, റോഡില്ല, കരണ്ടില്ല, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പാർത്താലും നമ്മുടെ കൃത്യം അഡ്രസ്സ് അറിയാവുന്ന ദൈവം. കുഞ്ഞുങ്ങളെ, നമ്മൾ ഭാരപ്പെടരുത്. ദൈവം നമ്മെ മറക്കുകയില്ല. അവൻ്റെ വാഗ്ദത്തങ്ങൾ സമയമാകുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും അവിടെ എത്തിച്ചു തരുവാൻ വിശ്വസ്തനാണ് യേശു. ഹല്ലേലൂയ. കർത്താവേ നന്ദി. പിശാച് നമ്മെ അവിശ്വസിപ്പിക്കും. ഇനി സമയം കഴിഞ്ഞു പോയി, കാലം കഴിഞ്ഞു പോയി, നമ്മൾ ഒതുങ്ങി സൈഡായി കൊടുക്കും. ഇല്ല, എൻ്റെ യേശു വാക്കുമാറാത്തോ. ആ മറിയയുടെ അടുക്കൽ ദൂതൻ വരുമ്പോൾ മറിയയുടെ വിവാഹ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. നമ്മളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ വിവാഹ നമ്മുടെ പശ്ചാത്തലത്തിൽ, നമ്മുടെ കേരള ട്രിവാൻഡ്രം പശ്ചാത്തലത്തിലൊക്കെ ചിന്തിക്കുക. ബാക്കിയൊക്കെ മാറ്റി വെക്കാം. എന്നാലല്ലേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. 2 കൂട്ടരും കൂടെ ഒക്കെ വന്ന് കുറിയൊക്കെ എഴുതി, ഡേറ്റ് അല്പം നീളും. നമ്മളെപ്പോലെ
രാവിലെ 2 മണി 10 മണിക്ക് എൻഗേജ്മെൻറ്റ്, 12 മണിക്ക് കല്യാണം, 2 മണിക്ക് വിരുന്ന്, 3 മണിക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി. പിന്നെ 5 കൊല്ലം കഴിയുമ്പം ഏതെങ്കിലും കോടതി വരാന്തല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെയൊന്നും അല്ല. അവർ കല്യാണം കഴിക്കാൻ നേരമുണ്ട്, ആലോചിക്കാൻ നേരമുണ്ട്. പെണ്ണ് കേട്ടപ്പോൾ നമുക്കൊന്ന് പെണ്ണ് കേട്ടാൽ പോലും നേരമില്ലെന്നേ. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് അവൾ വന്നിരിക്കുക. ഓക്കെ, എന്തുവാണ് കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുക. ഈ കല്യാണ നിശ്ചയം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പിള്ളേർ കല്യാണം നിശ്ചയം നടക്കും. നമ്മുടെ പിള്ളേർ പലരും കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞു, അപ്പനും അമ്മയൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. കല്യാണം പോലും നമ്മൾ അറിയുന്നില്ല. കല്യാണം നിശ്ചയം കഴിഞ്ഞോ ഇല്ലോ എന്ന് അറിയണമെങ്കിൽ അവരുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജ് തീർന്ന് നോക്കിയാൽ മതി. ടോയ്ലറ്റിൽ പോലും ഫോണും കൊണ്ടാണ് പോകുന്നതെങ്കിൽ എവിടെയോ ഉറപ്പിച്ചിട്ടുണ്ട്. റോട്ടിൽ കൂടെ പോകുമ്പോഴും, വീട്ടിലിരിക്കുമ്പോഴും, കാപ്പി കുടിക്കുമ്പോഴും, പഠിക്കേണ്ട സമയത്തും, പ്രാർത്ഥിക്കേണ്ട സമയത്തും, ആൺപിള്ളേരാണേലും പെൺപിള്ളേരാണേലും. വേദപുസ്തകം കണ്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. എൻ്റെ ഫോണെന്തിയേ, അയ്യോ നെറ്റെങ്ങാലും തീരുമ്പോൾ കണ്ണ് തള്ളി വരും. നമ്മൾ വിചാരിക്കും ഓക്സിജൻ തീർന്നതാണെന്നല്ല. ഓക്സിജനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെയോ കേസ് ഉറപ്പിച്ച കേസ് കെട്ടുകളാ, കറക്ക് കമ്പനിയാ. മക്കളെ വെല്ലം ഉണ്ടെങ്കിൽ അവസാനിപ്പിച്ചോണം. നിന്റെ കാലഗതികൾ കർത്താവിൻ്റെ കയ്യിലാണ്. നിന്റെ ഭാവി കർത്താവ് നിശ്ചയിക്കട്ടെ. തക്ക സമയത്ത് ദൈവം തൻ്റെ ദൂതനെയോ തൻ്റെ ദാസന്മാരെയോ തൻ്റെ സംവിധാനങ്ങളോ ഒരുക്കി നിനക്ക് വേണ്ടി നിത്യതയിൽ തമ്പുരാൻ ഒരുക്കി വെച്ച ഭാവിയുടെ ക്രമീകരണങ്ങൾക്ക് മുൻപ് പ്രേമമെന്നും ലവറെന്നും ഗേൾ ഫ്രണ്ട് എന്നും ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞ് ഉള്ള ഐസ്ക്രീം മേടിച്ച് നിന്ന് അവസാനം കാഷായം കുടിച്ച് ചാകേണ്ടി വരും. വരാതിരിക്കാൻ ഉറക്കമില്ലെന്ന് വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് കല്യാണം ഉറപ്പിക്കും. 5ാം ക്ലാസ്സിൽ കല്യാണം ഉറപ്പിക്കുന്ന പിള്ളേരുണ്ട്. 5ാം ക്ലാസ്സിൽ. ഞങ്ങളിങ്ങനെ ഈ ശുശ്രൂഷകരാണല്ലോ, പൊതു ശുശ്രൂഷകരാണല്ലോ. കല്യാണം ഉറപ്പ് ഒത്തിരി കേസ് ഞങ്ങളുടെ കയ്യിൽ വരും. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്നവരല്ലേ. അപ്പം ഞങ്ങളുടെ അടുത്ത് വരിക, സഭാ പാസ് എടുത്ത് എല്ലാം വരികയല്ല, കാരണം പാസ് അറിയല്ലോ. അങ്ങനെ ഒരു കേസ് ഇട്ട് ഈ 2 മാസമായില്ല, വന്നത് 11 വയസ്സ് പെണ്ണിന്. 11 വയസ്സ്. സംഗതി പ്രേമം തുടങ്ങിയിട്ട് 2 കൊല്ലമായി. 9 വയസ്സിൽ തുടങ്ങി. നമുക്ക് വല്ല 9 വയസ്സുകാരെ സംശയമുണ്ടോ? ഞാൻ ചിന്തിക്കുക, കർത്താവേ, നമുക്കൊക്കെ കല്യാണം കഴിച്ചിട്ട് പോലും പ്രേമിക്കാൻ അറിയാൻ മേലായിരുന്നു. ഇതൊരു വല്ലാത്ത തലമുറകളാണ്. മക്കളെ, രക്ഷിക്കപ്പെടണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, ഹല്ലേലൂയാ, ആ തലമുറയിൽ നോഹ നീതിമാനായിരുന്നതുപോലെ വഷളത്വം നിറഞ്ഞ തലമുറയിൽ കന്യകയായി ജീവിച്ച മറിയെ പോലെ, ദാനിയേലിനെ പോലെ, ജോസേഫിനെ പോലെ എത്ര അതപ്പതിച്ച കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി ഒരു ശേഷിപ്പ്, ഒരു തലമുറ എക്കാലവും വേർതിരിഞ്ഞിട്ടുണ്ട്. അവരിലൂടെയാ ദൈവസഭ പണിയപ്പെട്ടത്, അവരിലൂടെയാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്. അതുകൊണ്ട് പിശാച് നിങ്ങളെ കരങ്ങളിൽ എടുക്കരുത്. എന്തെങ്കിലും ബന്ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ചില അന്യായ ബന്ധനങ്ങൾ അഴിയുന്നതുപോലെ, ചിലയാകാത്ത ബന്ധങ്ങൾ, ചിലയാകാത്ത കൂട്ടുകെട്ടുകൾ, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെ ആത്മാവിനെ ശാസിക്കുന്ന ഉപവാസമാകട്ടെ. ഒരു പക്ഷേ നിങ്ങൾക്ക് തനിയെ വിടുതൽ കിട്ടുവാൻ പാടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി കരയണോ, ഉപവസിക്കണോ, ഉപദേശിക്കണോ, ഏതറ്റം വരെയും നിങ്ങളെ നിത്യതയിലെത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാ. ഹല്ലേലൂയ. ബന്ധിക്കപ്പെടരുതേ, ചതിക്കപ്പെടരുതേ, പിശാച് വിരുദ് തെറ്റിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഗബ്രിയേൽ ദൂതൻ അവരുടെ അകത്ത്, അവളുടെ പപ്പായും മമ്മിയൊക്കെ തൊഴിലുറപ്പ് പണിക്ക് പോയതായിരിക്കും. പക്ഷെ അന്ന് തൊഴിലുറപ്പ് പണി ഉണ്ടോയെന്ന് ചോദിക്കല്ലേ കേട്ടോ. എന്താണേലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാ, കൂലിപ്പണിക്ക് പോയിരിക്കുക. കൊച്ചു തനിയെ വീട്ടിൽ. പെട്ടെന്ന് ഒരാൾ കയറി വീട്ടിൽ വന്നു. കൊച്ചു പേടിച്ചു പോയി. കണ്ടോ? അപ്പം ഈ കൃപയുള്ളവരുടെ ലക്ഷണമായി ചില ഭയമുള്ളത്. കാണുന്ന മിസ്സുകൾ മുഴുവൻ ചാടി കേൾക്കരുത്, കാണുന്ന ഇത് മെസ്സേജ് മുഴുവൻ ഹായ് പറയരുത്.
എല്ലാം ചാടിക്കേറി ലൈക്ക് ചെയ്യരുത്. കറങ്ങാൻ പോകാടെന്നൊരു ബൈക്കിന് വിളിച്ച് ചാടി കയറരുത്. ഇതിനൊക്കെ ഒരല്പം പേടിയുള്ളത് നല്ലതാണ്. അതൊക്കെ കൃപ ലഭിച്ചതിൻ്റെ ലക്ഷണമാണ്. ദൈവത്തെയും പേടിയില്ല, പോലീസിനെയും പേടിയില്ല. ഇപ്പോൾ കോടതിയെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ആരെയും പേടിയില്ലാത്തൊരു സമൂഹമാണ് മക്കളെ. അല്ല, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടന്നോണം. അല്പ ഭയമൊക്കെ ഉള്ളത് നല്ലതാണ്. ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഭയം വേണം മക്കളെ. ഒരു കൂട്ടുകൂടുന്നതെല്ലാം ഒരു കയ്യകലം ദൂരെ, ആരെയും അകറ്റി നിർത്തണ്ട, ആരോടും മിണ്ടരുത് എന്നൊന്നുമല്ല. പക്ഷെ ജീവിതത്തെ കൂട്ടുകൂടണം, കൂട്ടായ്മ കൂടാൻ പോകരുത്. ഹല്ലേലൂയ. അത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയ നന്മ വരെ നീ ക്ഷമയോടെ കാത്തിരുന്നോണം. പേടിച്ചു ദൂതൻ പറഞ്ഞു. കാരണം ആ കാലഘട്ടം പെൺപിള്ളേർക്കൊന്നും സ്വസ്ഥതയോടെ ഇരിക്കാൻ ഇന്നത്തെ കാലം പോലെ ഇതിനേക്കാൾ മോശമാണ്. ഏതാണ്ട് മലാഖി മുതൽ മത്തായി വരെയുള്ള 400 വർഷം ഇരുണ്ട യുഗം. ഒത്തിരി വിവരിക്കാനുണ്ട്, ഒറ്റ വാക്കി പറയാം. ഏകദേശം കർത്താവ് ജനിക്കുന്ന സമയം ഏകദേശം സമൂഹം ഒക്കെ പിശാചിനും അറിയാം. കന്യകയിലാണെന്നറിയാം, ഏത് കന്യകയിലാണെന്നറിയില്ല. സമൂഹം ഇന്നതാണെന്നറിയാം, കൃത്യം ഒന്നും അറിയില്ല. അവൻ ഇന്നും കൃത്യം ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ സമയമായപ്പോൾ ആ സമൂഹത്തിൽ ഒരൊറ്റ കന്യക ഉണ്ടാകാൻ പാടില്ല എന്ന് പിശാച് തീരുമാനിച്ച കാലഘട്ടം. അത്രയൊക്കെ പറയാനേ പറ്റൂ. ബാക്കിയൊക്കെ ഞങ്ങൾ യുവജന ക്യാമ്പിലും പിള്ളേരെ മാത്രം കിട്ടുന്ന സമയമുണ്ട്. പല പ്രായക്കാർ ഉപവാസ പ്രാർത്ഥനയാണ്. പിള്ളേർ ഗ്രഹിച്ചോണം, ഒരു കന്യക പോലും ഭൂമിയിൽ ഉണ്ടാകരുതെന്ന് വെച്ച് ഇതുപോലെ ധാർമ്മിക അധപ്പതനം, അഴിഞ്ഞാട്ടം, ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവകൃപ ചോർന്നു പോയൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലും ഒരു കന്യക ജീവിച്ചിരുന്നു. അല്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ മക്കളെ, നിങ്ങളുടെ കോളേജ് എങ്ങനെയാകട്ടെ, ഫ്രണ്ട്സ് എങ്ങനെയാകട്ടെ, കാലഘട്ടം എങ്ങനെയാകട്ടെ, ലോകം ഏത് കോലം കെട്ടട്ടെ, അതിൻ്റെ നടുവിൽ നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട തലമുറകൾ തങ്ങളുടെ വിശുദ്ധിയെ കാത്ത് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മാവിൻ്റെ നടത്തിപ്പിൽ, ആത്മാവിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ ബലത്തിൽ അവർ മുൻപോട്ട് പോകും. ആ കൂട്ടത്തിൽ നമ്മുടെ തലമുറകളാകുവാൻ തലമുറകൾക്ക് വേണ്ടി കരയട്ടെ, പ്രാർത്ഥിക്കട്ടെ, ഉപവസിക്കട്ടെ. ദൂതൻ വന്നു, ഒത്തിരി കാര്യം പറഞ്ഞു. മറിയ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. വിവാഹം കഴിയുമ്പോൾ കുടുംബജീവിതത്തിൽ അങ്ങോട്ടൊന്നും പോയില്ല, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞാൽ, അതിന് മുമ്പും ജീവിച്ചിരുന്ന ചരിത്രം നോക്കിയാൽ സാറ മുതൽ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ വായിച്ച എലിസബത്ത്, മനോഹയുടെ ഭാര്യ റിബേക്ക, ഇങ്ങനെ ഒരു വലിയ സമൂഹങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. മറിയോട് പറഞ്ഞു, അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല, നിനക്കൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും. ആ കൊച്ചിന് യേശുവെന്ന് പേരിടണം. നിന്റെ മോൻ ആരാകും? എന്താണ് മറിയ വിശ്വസിച്ചതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിന്റെ മകൻ വലിയവനാകും, നിന്റെ മകൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ മറിയയുടെ വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുക. ആരാ വിവാഹം കഴിക്കാൻ പോകുന്ന ആള്? ബിടെക്, എംടെക്, ഫാംഡി, BSc, MSc, എയറോനോട്ടിക് ഒന്നുമല്ല. കൂലിപ്പണിക്കാരൻ, സാധാ ഒരു യുവാവ്, മരപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു സാധാ വീട്ടിലെ സാധാ മനുഷ്യൻ. ചേട്ടാ, അദ്ദേഹം കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായാൽ ഈ വലിയ അത്യുന്നതൻ്റെ പുത്രൻ ഉണ്ടാകണമെങ്കിൽ അത്യുന്നതനെ കല്യാണം കഴിക്കണ്ടേ? ഇപ്പം റോമൻ കൈസറുടെ മോനെങ്ങാലുമാണ് മറിയ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഈ ദൂത് ഏകദേശം ഒത്തുകിട്ടും. അല്ലാതെ ആരും അറിയപ്പെടാത്ത ഈ പെങ്കൊച്ച് അതുപോലെ ഒരു പാവം പിടിച്ച പയ്യനെ കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായാൽ ജോസഫ് ആശാരിയുടെ മോനെ വിളിക്കപ്പെടും, അല്ലാതെ വേറെ എന്നോ വിളിക്കപ്പെടാനാ? പക്ഷെ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല, നിൻ്റെ മോൻ വലിയവനാകും. വിശ്വസിച്ചോണം കേട്ടോ. റേഷൻ കാർഡിൻ്റെ നിറം നോക്കിയിട്ടൊന്നും അല്ല വാക്തത്വം വിശ്വസിക്കേണ്ടത്. വീടിൻ്റെ വലിപ്പവും മുറിയുടെ എണ്ണവും നിലയുടെ എണ്ണം നോക്കിയിട്ടൊന്നുമല്ല വാക്തത്വം വിശ്വസിക്കേണ്ടത്. പറഞ്ഞവൻ കർത്താവാണെങ്കിൽ യാതൊരു സാധ്യതയും ജീവിതത്തിലില്ലെങ്കിലും ആ വാക്തത്വം കർത്താവ് നിറവേറ്റുവാൻ കർത്താവ് ശക്തൻ. അത് ചെയ്തു തരാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ മകൻ രാജാവാകും. ഇന്നത്തെ പോലെ ഇന്നത്തെ ജനാധിപത്യം, നമ്മുടെ നാട്ടിലെ സ്ഥിതി ചിന്തിച്ചാൽ
വാർഡ് മെമ്പർ പോലും ആയില്ല. അതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ വേണം. ആ മറിയയുടെ മോനെ കുറിച്ച് പറയുക, നിന്റെ മകൻ രാജാവാകും, അത് എന്നേക്കും. നിന്റെ മോന് വീട് കിട്ടും. എങ്ങനത്തെ വീടാ? പഞ്ചായത്തിലൊക്കെ പോയി സർക്കാരിൻ്റെ വീടിനൊരു അപേക്ഷ കൊടുത്ത് മെമ്പർക്ക് കൈക്കൂലി കൊടുത്ത് 4 ലക്ഷമാണ് മൊത്തം കിട്ടുന്നത്. അതിൽ 50,000 അങ്ങനെ പോയി. 3.5 ലക്ഷത്തിന് പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് സഭക്കാരും സ്വന്തം അധ്വാനം കുറേ കടമൊക്കെ മേടിച്ച് ഒരു കുഞ്ഞു വീട് ഉള്ള സാധ്യതയല്ലാതെ മറിയൊരു സാധ്യതയില്ല. അന്നേരം പരിശുദ്ധാത്മ പറയുക, ദാവീദ് രാജാവിൻ്റെ കൊട്ടാരം നിൻ്റെ മകന് കിട്ടും. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. സ്നാനപ്പെട്ടെന്നോ അന്യഭാഷ പറഞ്ഞുകൊണ്ടെന്നോ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. രക്ഷിക്കപ്പെട്ടവർക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റൂ. കർത്താവിൻ്റെ ജീവനകത്തുള്ളവർക്ക്, കർത്താവിൻ്റെ ആത്മാവകത്തുള്ളവർക്ക് കർത്താവ് പറയുന്നത് മനസ്സിലാവൂ. ഹല്ലേലൂയ. പക്ഷേ ഒരു പ്രശ്നം, അതായത് മറിയയുടെ വിവാഹ എൻഗേജ്മെൻറ്റ് നടത്തി ഒരു വിശുദ്ധ വിവാഹം നടന്ന് ഒരു വിശുദ്ധ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് വിശുദ്ധ കുടുംബജീവിതത്തിലൂടെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിൻ്റെ കാര്യമാണോ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്? അല്ല, കല്യാണത്തിന് മുൻപ്. ചെറിയ കാര്യമല്ല കേട്ടോ. പനി മാറുമെന്ന് പോലും വിശ്വാസമില്ല, പിന്നെ അതിലും വലുത് എങ്ങനെ നടക്കാനാ? പിടികിട്ടിയോ? കർത്താവ് എന്താ പറഞ്ഞേ? വിവാഹത്തിന് മുൻപ് ഒരു കൊച്ചു നിനക്കുണ്ടാകും. അതൊക്കെ വിശ്വസിക്കണമെങ്കിലേ സ്തോത്രം സ്തോത്രം. ജോലി കിട്ടും, ഗൾഫിൽ പോകാം, അമേരിക്കയിൽ പോകാം എന്നൊക്കെ പറഞ്ഞാൽ ചാടിക്കറി വിശ്വസിക്കും. സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ട്, ബീഹാറിലേക്ക് പോകണം, ഒറീസയിലേക്ക് പോകണം, ഉത്തർപ്രദേശിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അത് 10 പ്രവാചകർക്ക് പോയി ചോദിക്കും, ശരിയാണോ? അതിനുള്ള വിശ്വാസമൊന്നും മക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് വിടാനുള്ള ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള വിശ്വാസമല്ലാതെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ എന്നൊരു ദശാംശം ഓഹരിയോ കാണിക്ക പോലും ഇടാനുള്ള വിശ്വാസം ഇല്ലാത്തവരുണ്ട്. ഞായറാഴ്ച രാവിലെ 10 രൂപയ്ക്ക് വേണ്ടി പരക്കം പായുക. 100 500 ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഒരു ലീഡർ എപ്പോഴും പറയും, ഈ മോദി സർക്കാർ ഈ 2000 നോട്ട് നിരോധിക്കാനുള്ള ഏക കാരണം, രാഷ്ട്രീയ പല കാരണം പറയുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, ഒറ്റ കാണിക്കപാത്രത്തിൽ ഇത് വീണിട്ടില്ല. കാണിക്കപാത്രം 2000 നോട്ട്, അതുകൊണ്ട് അത് വേണ്ടെന്നങ്ങ് വെച്ചു. ഇതുപോലെ ഇപ്പോൾ ഈ 500 നോട്ടൊന്നും കാണിക്കപാത്രത്തിൽ 10 20 കൂടി വന്ന, അല്ലെങ്കിൽ ചുരുട്ടി കൂട്ടി ഒരു 50 ദേഷ്യം കൊണ്ടിടുക. ഒരു 500 രൂപയൊന്നും സ്വോത്രകാഴ്ച ഇടാനുള്ള വിശ്വാസമൊന്നും വിശ്വാസികൾക്ക് ഇല്ല. ആ 10 രൂപയുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. അന്നേരം പിന്നെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? പിടികിട്ടുന്നുണ്ടോ? ഒരു വല്ലായ്മ പോലെ പിണങ്ങിയോ? ഇല്ല, പിണങ്ങരുത്. അതൊക്കെ വിശ്വാസിയാണോ എന്ന് അളക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അതിന് പ്രത്യേകിച്ച് പ്രവചനാത്മാവൊന്നും വേണ്ട. ഒരു നല്ല വിശ്വാസിയാണെങ്കിൽ അവർ ദൈവസഭയെ സ്നേഹിക്കും, കിട്ടുന്നതിൻ്റെ ഒക്കെ ഓഹരി കൊണ്ടു കൊടുക്കും. ഈ ഓഹരി എടുത്തിട്ടൊന്നും ആരും ചാപ്പാടടിക്കരുത്. ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്, കർഷകൻ്റെ മകനാണ്. ഞാൻ തിരുവനന്തപുരംകാരനല്ല, ഞാൻ മലബാർ വയനാടുകാരനാണ്. മണക്കാലേ വരുമ്പോൾ ഞാൻ വയനാട്ടുകാരനാണ്. 5 കൊല്ലം ആയുള്ളൂ തിരുവനന്തപുരത്തായിട്ട്, 5 വർഷം. ഇപ്പം ഞങ്ങൾക്ക് ഈ മരച്ചീനിയുണ്ട്, കാച്ചിൽ, ചേന, ചേമ്പ്, എല്ലാ കൃഷികളും ഉണ്ട്. ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങൾ അധികം മേടിക്കലില്ല, മുഴുവൻ കൃഷി ചെയ്ത് വല്ല മത്സ്യമൊക്കെ മേടിക്കുന്നില്ലാതെ അതുമുണ്ട്, ആറ്റുമീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും നല്ലത് മാറ്റിവെക്കും. ചേനയുടെയും നെല്ലിൻ്റെയും ചേമ്പ്, കാച്ചിൽ, ഇതൊക്കെ മാറ്റിവെക്കും. ഞങ്ങൾ ഇന്നത്തെ കുടുംബം പോലെയല്ല, ഞങ്ങൾ 10 മക്കളായിരുന്നു, അപ്പനും അമ്മയ്ക്കൊക്കെ. 2 പേര് പോയി, 8 പേര് കല്യാണം കഴിച്ചു. കുടുംബം ഒരു പഞ്ചായത്ത് ഇലക്ഷനുള്ള ആൾക്കാരുണ്ട് ഒരു കുടുംബത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ചില സമയത്ത് ക്ഷാമം വരും, മഴക്കാലത്തൊക്കെ ക്ഷാമം വരും. എത്ര ക്ഷാമം വന്നാലും വിത്തിന് വെച്ച നെല്ലെടുത്ത് കുത്തി കഞ്ഞി കുടിക്കുകയില്ല, വിത്ത് ചേന പുഴുങ്ങി തിന്നിയേല. പിള്ളേർ പട്ടിണി കിടന്നാലും അതേ തൊട്ടിയേല. തൊട്ടാൽ അന്നേരം വയറ് നിറയും, അടുത്ത കൊല്ലം ഇരിക്കേണ്ടി വരും.
എന്നാൽ ആ വിത്ത് തേന എടുക്കാതിരുന്ന അത് ചിലപ്പം ഒരു 2 കിലോയുടെ ചേനയായിരിക്കും. അത് 4ആയിട്ട് മുറിച്ച് 4 ചേന വെക്കും. അത് ചിലപ്പോൾ 40 കിലോ ആയിരിക്കും തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇതുപോലെയായി ദശാംശവും ഓഹരിയൊക്കെ. അതെടുത്ത് ഫീസ് കൊടുക്കരുത്, അതെടുത്ത് കറണ്ട് ബില്ല് അടയ്ക്കരുത്, അതെടുത്ത് ഗ്യാസ് നിറയ്ക്കരുത്, അതെടുത്ത് കഞ്ഞി മേടിക്കരുത്, കൊഴിയാള മേടിക്കരുത്. പിടികിട്ടിയോ? അതെടുത്ത് തിന്നുന്നവളും തിന്നുന്നവനും ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല. അവർ കർത്തൃമേശ പോലും എടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ സഭയിൽ കർത്തൃമേശ എന്ന് പറഞ്ഞാൽ പറയും, ദശാംശങ്ങൾ ഓഹരികൾ കൃത്യമായി കൊടുക്കാത്തവരാരും കരം നീട്ടരുത്. എനിക്കറിയാലോ എൻ്റെ വിശ്വാസികളെ, അതുകൊണ്ട് ആരും നീട്ടിയല്ല. എനിക്കറിയാം ഇവരാരൊക്കെ തരുന്നുണ്ട് കൊടുക്കുന്നുണ്ട്, കൃത്യം എനിക്കറിയാം. ഇടയാനറിയാലോ. ഭയങ്കര വിശ്വാസമാണ്. പക്ഷേ സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയല്ലേ. പണ്ടൊരാൾ പറഞ്ഞ പോലെ നല്ല ദൂതായിരുന്നു പക്ഷേ ആള് വന്നില്ല. അങ്ങനെ ഇരിക്കരുത്. വന്നവരോടാണ് ഇന്ന് പകൽ പറയുന്നത്, വരാത്തവരെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. ഇന്ന് പകൽ കർത്താവ് വന്നില്ലെങ്കിൽ രാത്രി ചിലപ്പോൾ വരാത്തവർ വരുന്നത് അവർക്ക് കേൾക്കുമായിരിക്കാം. അപ്പോൾ ഇന്ന് പകൽ വന്ന സഹോദരിമാരോടും കൂടുതൽ സഹോദരിമാരാണ്, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിതാക്കന്മാരൊക്കെ ശ്രദ്ധിച്ചോണം. നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ പ്രവൃത്തിയാൽ വെളിപ്പെടുന്നതായി തീരട്ടെ. മറിയയ്ക്ക് അത്യാവശ്യം ജനറൽ നോളജൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുഞ്ഞാ. അവൾ ഗബ്രിയേൽ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ? കണ്ടോ മറിയയുടെ പ്രാഗൽഭ്യം കണ്ടോ? ഇങ്ങനെ പ്രാഗൽഭ്യമുള്ള പെൺകുഞ്ഞുങ്ങളെ കിട്ടാൻ പ്രാർത്ഥിച്ചോണം അമ്മമാര്. ബീച്ചിലും ഇതിലും കണ്ട് ഹോട്ടലിലും റിസോർട്ടിലും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കറങ്ങി നടക്കുന്ന തലമുറകൾക്കൊന്നും ഈ പ്രാഗൽഭ്യം കിട്ടില്ല. പ്രേമിച്ച് കറങ്ങി നടക്കുന്നതിന് ഈ പ്രാഗൽഭ്യം കിട്ടില്ല. കാത്തു സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ പ്രാഗൽഭ്യം വേണം. ഞാൻ പുരുഷനെ അറിയായികയാൽ ഗബ്രിയേൽ ദൂതന്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന അതപ്പതിച്ച തലമുറയുടെ നടുവിൽ കന്യകയായ മറിയ എങ്ങനെ അവൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കും? എങ്ങനെ അവൾ വലിയവാകാതിരിക്കും? ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം വിദ്യയേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിശുദ്ധിക്കാണ്. എത്ര വിദ്യയുണ്ടെങ്കിലും ജീവിതം വിശുദ്ധിയില്ലാതെ ജീവിച്ചാൽ ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റിൽ നീ പിടിക്കപ്പെടും, മുൻപോട്ട് പോകില്ല. വിശുദ്ധരാ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറകൾക്ക് ഈ കാലഘട്ടത്തിൽ കൃപ കൊടുക്കട്ടെ. കാരണം മറിയക്കറിയാം, ഒരു വിശുദ്ധ കുടുംബജീവിതം ഇല്ലാതൊരു കുഞ്ഞ് ജനിക്കില്ല. കുറച്ചും കൂടെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പുരുഷ സഹായമില്ലാതെ ഒരു കുഞ്ഞു ജനിക്കുകയില്ല എന്നുള്ള വ്യക്തമായ അറിവ് മറിയക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ചത്, എൻ്റെ വിവാഹം നടന്നിട്ടില്ല, പിന്നെ എങ്ങനെ സംഭവിക്കും? ഇന്ന് പകലിൽ ഒരൊറ്റ ദൂത് പറഞ്ഞാൽ മുമ്പോട്ട് പോകാം. നിങ്ങളുടെ വാക്തത്വവും നിങ്ങളും തമ്മിൽ കന്യകയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത് 100% അസാധ്യം. നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഇതുപോലെ നിങ്ങളുടെ വാക്തത്വവും നിങ്ങളും തമ്മിൽ അത്ര അന്തരം, ചക്രവാളങ്ങൾ തമ്മിലുള്ള അകലം പോലെയുള്ള അകലമാണെങ്കിലും ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രായം, ഇങ്ങനെ പല ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകാം. ഒരു സാധ്യതയുമില്ലാത്ത വാക്തത്വമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിലും കർത്താവാണ് പറഞ്ഞതെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചു. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. പൈശാചിക ശക്തികൾ നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളഞ്ഞ അല്പവിശ്വാസികളെ അവിശ്വാസികളായി അനുഗ്രഹിക്കപ്പെടും കഴിയാതെ തളച്ചിട്ട് അവന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് കർത്താവിൽ നിന്ന് വലിയ കൃപകൾ വരും നാളുകളിൽ വിശ്വാസത്താൽ ജീവിച്ച്, വിശ്വാസത്താൽ ആരാധിച്ച്, വിശ്വാസത്താൽ പ്രാർത്ഥിച്ച്, വിശ്വാസ ജീവിതം നയിച്ച് വിശ്വാസികളായി തീരാൻ പരിശുദ്ധാത്മാവേ അവിടുത്തെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞാടിന്റെ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഒരു വിശ്വാസമില്ലാത്ത ആൾക്കൂട്ടങ്ങളായി സഭകൾ അധപ്പതിച്ചു പോകുകയാണ്. ആൾക്കൂട്ടങ്ങളായി സഭകൾ അധപ്പതിപ്പിക്കുന്നു. ഇല്ല, വിശ്വാസികൾ സഭയിൽ എഴുന്നേൽക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ അസാധ്യമാണെങ്കിൽ പിന്മാറി പോകുന്നു ചെയ്യരുത്.
വാക്തത്വം കർത്താവിനോട് ചോദിക്കണം, മുട്ടു മടക്കി, അപ്പാ കൊല്ലം കുറേ ആയല്ലോ ദൈവമേ, ഒരു യോഗ്യതയുമില്ല. വാക്തത്വം കേട്ടപ്പോൾ കുറേയും കൂടി ആത്മീയതയുണ്ടായിരുന്നു, കുറേ കൂടെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു, കുറേയും കൂടെ നല്ല കൂട്ടായ്മയുണ്ടായിരുന്നു, കുറേയും കൂടെ ദൈവസ്നേഹമുണ്ടായിരുന്നു. ഒറ്റ ആരാധകർ മുടക്കുകയില്ലായിരുന്നു. വേദപുസ്തക വായനയും ധ്യാനവും എല്ലാം ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ലപ്പാ. കാര്യങ്ങളെല്ലാം, സംസ്കാരം മാറി, കാലഘട്ടം മാറി, എല്ലാ അന്തരീക്ഷങ്ങളും മാറി. വാഗ്ദത്തം നിറവേറിയിട്ടുമില്ല. ഇതിന്റെ നടുവിൽ ഒരു സാധ്യതയും ഇല്ലെങ്കിലും വാക്ക് പറഞ്ഞവനെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് കർത്താവിനോട് നിറകണ്ണുകളോട് അവന്റെ പാദവിടെ വീട് ചോദിക്കുന്ന അമ്മമാരും സഹോദരിമാരും അപ്പന്മാരും കുഞ്ഞുങ്ങളും യുവാക്കളും സഭയിൽ എഴുന്നേറ്റ് വരട്ടെ. ഒരു സാധ്യതയുമില്ല. സാധ്യതകളൊക്കെ അസ്തമിച്ചു പോയി. പ്രായം മുമ്പോട്ട് കടന്നുപോയി. മുഴുവൻ കാര്യങ്ങളും മാറി മറിഞ്ഞു. കർത്താവേ, വാഗ്ദത്തം നിറവേറാൻ ഒരു വഴി മുമ്പിൽ കാണുന്നില്ല. എങ്കിലും വാക്ക് പറഞ്ഞ ദൈവമേ എങ്ങനെ സംഭവിക്കും? ഈ രണ്ടാം ദിനം പകൽ നിറകണ്ണുകളോടെ കർത്താവിനോട് ചോദിച്ചേ. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ തലമുറകളെ കുറിച്ച്, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ഭൗതിക ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ദേശത്തെ കുറിച്ച് ഒക്കെ വാഗ്ദത്തമില്ലേ? എങ്ങനെ സംഭവിക്കും അപ്പാ? എങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? ഉള്ളം നൊന്ന് ചോദിക്ക്, ഉള്ളം നൊന്ന് ചോദിക്ക്. അപ്പാ എങ്ങനെ സംഭവിക്കും? എങ്ങനെ കർത്താവേ? സാധ്യതയൊന്നുമില്ലല്ലോ, സാധ്യതയൊന്നുമില്ലല്ലോ. 90 വയസ്സായ സാറയെ പോലെ, 99 വയസ്സായ അബ്രഹാമിനെ പോലെ നിർജീവമായി കർത്താവേ, അനാത്മീയതകളായി, ആത്മീയ ബന്ധങ്ങളില്ല, ലോകസ്നേഹം, ജഡമോഹം എല്ലാം ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നു. അനൈക്യത, പ്രാർത്ഥനാ ജീവിതമില്ല. കുറെ സീരിയലും കുറെ സിനിമയും കുറെ കോമഡിയും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ഉള്ള സമയം മുഴുവൻ സെൽഫോണിൽ ചെലവഴിക്കുന്നതല്ലാതെ വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല. ഒരുപാട് പാപത്തിന്റെ സാഹചര്യങ്ങൾ കർത്താവേ, വാഗ്ദത്തം പ്രാപിപ്പാൻ ഇതെല്ലാം തടസ്സം തന്നെയാണ്, അസാധ്യതകളാണ്. ഇതിന്റെ നടുവിൽ എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. കർത്തൃദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചും അനവധി വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ സാധ്യതകളൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടമാണിത്. പൊള്ളയായ ആത്മീയ ജീവിതം, അഭിനയത്തിന്റെ ആത്മീയ ജീവിതം എല്ലാം അഭിനയമായി മാറുകയാ. തരുമ്പ് പോലും പ്രാർത്ഥനാ ജീവിതമില്ലാതെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ, അല്പം പോലും വിശുദ്ധ ജീവിതമില്ലാതെ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ. ഈ ഒരു കാലഘട്ടത്തിൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇന്ന് പകൽ ഈ തലമുറയിൽ എന്നോടുള്ള വാഗ്ദത്തം എങ്ങനെ സംഭവിക്കും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉള്ളം നൊന്ത് ചോദിച്ചു, ഉള്ളം നൊന്ത് ചോദിച്ചു, ഉള്ളം നൊന്ത് ചോദിച്ചോ. പിശാച് പറയും നടക്കില്ല, നടക്കില്ല, നീ അത് കിട്ടില്ല, ദൈവം നിന്നെ മറന്നുപോയി, ഇനി കാര്യമില്ല, ഇനി ഓടി അധ്വാനിച്ചത് വെറുതെയാ, നീ ചിലവിട്ടത് വെറുതെയാ, നടക്കില്ല, നടക്കില്ല എന്നൊരായിരം പ്രാവശ്യം നിന്റെ കാതുകളിൽ മന്ത്രിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോ ഒരിക്കൽ പറഞ്ഞ വാഗ്ദത്തം ബാക്കി കിടപ്പുണ്ടെങ്കിൽ അപ്പാ മറക്കല്ലേ, സാധ്യതയില്ലല്ലോ, എങ്ങനെ സംഭവിക്കും? 34-ാമത്തെ വാക്യത്തിലാണ് മറിയ ആ ചോദ്യം ചോദിക്കുന്നത്. ഒന്നെടുത്ത് വായിക്കുക, 34-ാം വാക്യം. എങ്ങനെ സംഭവിക്കും? ഇപ്പം എന്നോട് പോയി പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ചോദിക്കുക, പാസ്റ്റേ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ സംഭവിക്കും? ഞാൻ കൈമലർത്തും, പ്രാർത്ഥിക്കാം, ഉപസിക്കാം, എനിക്കറിയാൻ മേല, നടക്കുമായിരിക്കും, കുറച്ചും കൂടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയൂ. പക്ഷേ ദൈവമയച്ച ഗബ്രിയേൽ ദൂതൻ എന്താ പറഞ്ഞ? അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ വാഗ്ദത്തം ഉരുവാകും. പിടികിട്ടിയോ? എന്തിനാ പരിശുദ്ധാത്മാവ്? എന്തിനാ മക്കളെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നൊക്കെ പറയുന്നത്?
മക്കൾക്ക് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ മക്കളെ? ആ വേണം. മോൻ എത്ര വയസ്സായി? 17. ഓ, എൻ്റെ സമയം വെച്ച് നോക്കി 6 കൊല്ലം പോയി. 11ാമത്തെ വയസ്സിൽ ഞാൻ സുവിശേഷ വേലക്കാരനായി. ഇറങ്ങി മുഴുവൻ സമയം 11ാമത്തെ വയസ്സിൽ. കൊല്ലം കുറച്ചായി മോൻ, 1/2 നൂറ്റാണ്ടിൽ കടക്കാൻ പോവുക. ലേലു 6 കൊല്ലം പോയി. വേഗം ഇറങ്ങിക്കോണം. ഈ പ്രായത്തിൽ തുടങ്ങി. ഇങ്ങനത്തെ ഷർട്ടും പാൻറ്റൊന്നും ഇല്ല. 1/2 നൂറ്റാണ്ട് മുമ്പേ. ഓ, ലേലുയ. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇവിടം വരെ എത്തിച്ചു മക്കളെ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾ പോകരുത് കേട്ടോ മക്കളെ. എല്ലാറ്റിനും A+ ഉണ്ടെങ്കിലും എല്ലാറ്റിനും നല്ല കോളേജും നല്ല അഡ്മിഷനും നല്ല സിലബസൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ. പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾ പോകരുതേ. ഒരിക്കൽ പ്രാപിച്ചിട്ട് ശക്തി നഷ്ടപ്പെട്ട ശിംശോനെ പോലെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ തിരികെ പ്രാപിക്കുവാൻ എങ്ങനെ സംഭവിക്കും? എങ്ങനെ വാഗ്ദത്തം കിട്ടും? ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളോടുള്ള വാഗ്ദത്തം നിങ്ങളുടെ വ്യക്തി ജീവിതത്തോട്, നിങ്ങളുടെ ഭൗതിക ജീവിതത്തോട്, നിങ്ങളുടെ തലമുറകളോട് രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പരിശുദ്ധാത്മ പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പരിശുദ്ധാത്മ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മ പറഞ്ഞിട്ടില്ലേ? റോഡ് സൈഡിൽ നല്ലൊരു ചർച്ച്. എന്താ പറഞ്ഞിരിക്കുന്നത്? 10-15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സൊക്കെ മരിച്ചു പോവും. പിള്ളേരാരും എന്താ കാണിയല്ല. പിന്നെ നമ്മുടെ ചർച്ചിൻ്റെ പേരിൻ്റെ ബോർഡ് മാറ്റിയിട്ട് മല്ലിയും മുളകും പൊടിക്കുന്ന മില്ല് ആക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആത്മാക്കളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിരുകൾ വിശാലമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടോ? അത് സംഭവിക്കണമെങ്കിൽ അതിനമേ അത്യുന്നതന്റെ പുത്രനെ ലഭിക്കാൻ നീ അത്യുന്നതനെ കല്യാണം കഴിക്കണ്ട. അത്യുന്നതനെ കല്യാണം കഴിക്കണ്ട. അത്യുന്നതന്റെ ശക്തി ആമേൻ, 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 ആമേൻ. അസാധ്യമായ കുഞ്ഞെ നിനക്ക് സാധ്യമല്ല. നിനക്ക് ഒറ്റയ്ക്ക് ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ സാധ്യമല്ല. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അസാധ്യം തന്നെ. പക്ഷെ നീ ഒന്നും ചെയ്യണ്ട. നീ വിശ്വസിച്ച മാത്രം മതി. നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവം ഹല്ലേലൂയ അതിന്റെ പ്രതാപത്തോടെ ശക്തിയോടെ നിന്റെ മേൽ വരും. കൊർന്നല്യോസിന്റെ വീട്ടിൽ വചനം കേട്ട ദൈവജനത്തിന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനയുടെ 2ാം പകൽ കൊടിയ മുഴക്കത്തോടെ വലിയ ഭൂകമ്പത്തോടെ നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവർ ഇന്ന് വരെയും ആമേൻ അന്യഭാഷയിൽ ആരാധിക്കാത്ത പിതാക്കന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ, ഇന്ന് വരെ അന്യഭാഷ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കണ്ണടയുന്നതിന് മുമ്പ്, ശവപ്പെട്ടിക്കകത്ത് കയറുന്നതിന് മുമ്പ് നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കണം. പെട്ടിക്കകത്ത് കയറിയാൽ പിന്നെ പറ്റില്ല. അമ്മച്ചിമാർ ഏൽപ്പിച്ചു കൊടുത്ത് വയോധികയായ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ വയോധികന്മാരുടെ മേൽ, വൃദ്ധന്മാരുടെ മേൽ, സകല ജഡത്തിന്റെ മേലും പകരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കൃപാവരങ്ങളാൽ നിറയപ്പെട്ട അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ വചനത്തെ ഉറപ്പിക്കുന്ന ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്തൊരു സഭയാക്കി നമ്മെ മാറ്റി വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോരുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. യേശുവേ ഏൽപ്പിച്ചു കൊടുത്തേ. ഒന്ന് സ്തോത്രം പറഞ്ഞതിലെ കെട്ടുകൾ അടിഞ്ഞു മാറട്ടെ. അതരം തുറക്കാൻ കഴിയാതെ, കൈയടിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ സാത്താൻ കുറെ കാലമായി നിന്നെ കെട്ടി സഭയ്ക്കകത്തിട്ടിരിക്കുന്നു. കെട്ടഴിഞ്ഞവളായി മടങ്ങിപ്പോകണം. ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, പാത്രം കഴുകാൻ ആരോഗ്യമുണ്ട്, മുറ്റമടിക്കാൻ ആരോഗ്യമുണ്ട്, മരച്ചീനിക്ക് കളയ്ക്കാൻ ആരോഗ്യമുണ്ട്, തൊഴിലുറപ്പ് പണിക്ക് പോകാൻ ആരോഗ്യമുണ്ട്. സ്തോത്രം പറയാൻ ആരോഗ്യമില്ല, കൈയടിക്കാൻ ആരോഗ്യമില്ല. സാത്താൻ നിന്നെ കെട്ടിയിരിക്കുന്നു. പിതാക്കന്മാരൊക്കെ വീടുകളിൽ ജോലി ചെയ്യുന്നവരല്ലേ, വിറക് വെട്ടുന്നവരല്ലേ, മൺവട്ടിയെടുത്ത് വെട്ട് കിളയ്ക്കുന്നവരല്ലേ, വെട്ടുകത്തിക്ക് വെട്ടുന്നവരല്ലേ. അതിന് നിങ്ങളുടെ കൈക്ക് ആരോഗ്യമില്ലേ? യേശുവിനെ ഒന്ന് അടിക്കാൻ കൈക്ക് ആരോഗ്യമില്ലെങ്കിൽ കട്ടമാണ്. കരങ്ങൾ അടിക്കട്ടെ. ആമേ വഴക്കുണ്ടാക്കാനും കുടുംബശ്രീ പോയി ഒച്ചപ്പാടുണ്ടാക്കാനും ഭാര്യയോട് വഴക്കുണ്ടാക്കാനും ശബ്ദമെടുത്ത പോരാ. ഇന്ന് പകൽ യേശുവിനെ ആരാധിക്കാൻ സ്തോത്രം പറഞ്ഞ്
പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരട്ടെ, പരിശുദ്ധാത്മ വചനം കേട്ടമേ വരട്ടെ. എന്തിനു വേണ്ടി? അസാധ്യമായ സാധ്യതയില്ലാത്ത വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട്ടിടയനായ ആമേൻ ദാവീദേ, നീ എങ്ങനെ രാജാവാകും? അത് ഇന്റർവ്യൂ നടത്തിയിട്ടല്ല, ആമേൻ വിദ്യ പഠിച്ചിട്ടല്ല, യുദ്ധം അഭ്യസിച്ചിട്ടല്ല. അഭിഷേക തൈലം നിന്റെ മേൽ വന്നാൽ ഈ അഭിഷേകം യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരിനായി നിന്റെ വിരലുകളെയും അഭ്യസിപ്പിച്ചുകൊള്ളും. അഭിഷേകത്തിനാണ് പ്രാധാന്യം, പരിശുദ്ധാത്മാവിനാണ് പ്രാധാന്യം. പരിശുദ്ധാത്മാവില്ലാത്ത സഭ ദൈവസഭയല്ല. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തി ദൈവ പൈതലല്ല. ഹല്ലേലൂയ. കോൺഗ്രസ്സുകാരനെ പോലെ, BJP-കാരനെ പോലെ, മാർക്സിസ്റ്റുകാരനെ പോലെ ഒരു പെന്തിക്കോസ്തുകാരൻ അല്ല. കുഞ്ഞാടിന്റെ രക്തം ജയം, രക്തം ജയം, രക്തം ജയം പ്രാർത്ഥിച്ച് അളവ് കൂടാതെ സകല ജഡത്തിന്റെ മേലും സൗജന്യമായി നൽകുന്ന പരിശുദ്ധാത്മാവ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. കൃഷിപ്പണിയെടുത്ത് ആമേൻ കാളപുട്ടി നടന്ന ഏലീശ എങ്ങനെ ഏലിയാവിന്റെ ഇരട്ടി ശക്തിയുള്ളവനായി മാറി? കഴിവ് കൊണ്ടും മികവ് കൊണ്ടും പാരമ്പര്യം കൊണ്ടുമല്ല, ഇരട്ടി ശക്തിയുള്ള ഒരു പുതപ്പ്, ഒരു അഭിഷേകം അവന്റെ മേൽ വീണത് കൊണ്ടാണ്. മക്കളെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നടക്കുന്നതല്ല, പരീക്ഷ കൊണ്ട് മാത്രം നടക്കുന്നതല്ല, ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നടക്കുന്നതല്ല കേട്ടോ. അന്യഭാഷയിൽ നീ ദൈവത്തെ ആരാധിക്ക്. ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ലെങ്കിലും അന്യഭാഷയിൽ ആരാധിക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തും, പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തും. ഇംഗ്ലീഷും ഹിന്ദിയും ലോകത്തിലെ മുഴുവൻ ഭാഷ അറിയുന്നവനേക്കാൾ മുൻപിൽ ആഹാബിന്റെ രഥത്തിന് മുൻപിലോടാൻ പരിശുദ്ധാത്മാവ് കൃപ തരും. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. നമ്മുടെ അമ്മമാർ, നമ്മുടെ അപ്പന്മാർ, നമ്മുടെ കൗമാരക്കാർ, നമ്മുടെ യുവതി യുവാക്കൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകട്ടെ. അന്യഭാഷ സംസാരിച്ച് തുടങ്ങുന്നവരാകട്ടെ. കൃപകളും കൃപാവരങ്ങളും വാഞ്ചിക്കുന്നവരാകട്ടെ. ആത്മഭാരമുള്ളവരായി കർത്താവിന്റെ വേല വർദ്ധിപ്പാൻ പരിശുദ്ധാത്മാവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പിന്മാറ്റങ്ങളോ പാപങ്ങളോ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച ആരെങ്കിലും ഈ വചനം ആലയത്തിനകത്തോ വിദൂരതകളിലോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പരിശുദ്ധാത്മാവില്ലാത്തവന് എഴുതിയ പുസ്തകം വായിച്ച് പരിശുദ്ധാത്മാവിനെ വിമർശിക്കുകയോ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കെതിരെ നാവുകളോ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ കണ്ണുനീരോടെ നിങ്ങൾ ഏറ്റുപറ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും വരും. ഉപവാസ പ്രാർത്ഥന നടുവിലല്ല മറിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. കാത്തിരിപ്പ് കൂട്ടത്തിൻ്റെ നടുവിലല്ല പരിശുദ്ധാത്മാവ് വന്നത്. അവളുടെ വീട്ടിൽ ദൂതനുമായി സംഭാഷണം നടന്നുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ, വീട്ടിലിരുന്ന്, കസേരകളിലിരുന്ന്, ഓഫീസിലിരുന്ന്, വാഹനത്തിലിരുന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എത്ര വിദൂരതയിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം അതിവേഗം പോഞ്ഞ് നിങ്ങളുടെ രോഗക്കിടക്കയിൽ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. ജയിലറയ്ക്കകത്ത് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. മാമനിന്റെ ജോലി സ്ഥലത്ത്, ക്ഷാമകാലത്ത്, ആത്മഹത്യയെക്കുറിച്ച് പോലും നീ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിരാശയോടിരിക്കുകയാണെങ്കിൽ, അസ്വസ്ഥനാണെങ്കിൽ, ഇല്ല, ഇന്ന് പകൽ ശക്തിയേറിയ ദൈവിക ശുശ്രൂഷക്കാരിയും ശുശ്രൂഷക്കാരനുമാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വരണമേ. പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്കായി ഞങ്ങളെ ഒരുക്കി തരുന്നു. പരിശുദ്ധാത്മാവേ അങ്ങയെ കെടുത്തിയത്, അങ്ങയെ ദുഃഖിപ്പിച്ചത്, അങ്ങയോട് വ്യാജം കാണിച്ചത് എല്ലാം ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി അടിയനിതാ ഒന്ന് ഒരുക്കിയെടുക്കണമേ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് സമർപ്പിച്ചതുപോലെ ഈ പകലിൽ കർത്താവിന് വിട്ടുകൊടുത്ത്
സാഹചര്യങ്ങളെ നോക്കി മാറി നിൽക്കാതെ, സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് മാറി നിൽക്കാതെ, വാഗ്ദത്തത്തിന് വേണ്ടി സജ്ജമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കും. ഒന്നുമില്ലായ്മ സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ആമേൻ. ബലമില്ലാത്തൊരു ബലം നൽകുന്നവൻ, ശക്തിയില്ലാത്തൊരു ശക്തി നൽകുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ വാഗ്ദത്തത്തിന് വേണ്ടി ശക്തി പകർന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് മനസ്സുണ്ട്. പുറത്തു വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശുവേ, യേശുവേ, ഹല്ലേലൂയ. മോശയെ പോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? ജോഷുവയെ പോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? നെഹമ്യാവിനെ പോലെ എഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? പൗലോസിനെ പോലെ, യോഹന്നാനെ പോലെ, പത്രോസിനെ പോലെ, തിമോത്തിയോസിനെ പോലെ, തീത്തോസിനെ പോലെ, ആമേ റിബേക്കയെ പോലെ, ആമേ രൂത്തിനെ പോലെ, ഹല്ലേലൂയ, എസ്തറിനെ പോലെ, കെങ്കരയ സഭയിലെ ശുശ്രൂഷക്കാരികളെ പോലെ, ഫിലിപ്പോസിന്റെ 4 പെൺകുഞ്ഞുങ്ങളെ പോലെ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി വേർതിരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? വിശ്വസിക്കുക, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് സംഭവിക്കും. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയുടെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ അന്തരീക്ഷങ്ങൾക്ക് ഇന്നലേക്കാൾ അല്പം കൂടെ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പരിശുദ്ധാത്മാവിലാകട്ടെ. ഞങ്ങളുടെ പ്രസംഗം, ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സകല ഇടപാടുകളും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഹല്ലേലൂയ, വരങ്ങൾ, ഫലങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനി ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ. കൃപ, 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 കൃപ. സഭയുടെ അന്തരീക്ഷം മാറട്ടെ, സഭയുടെ അന്തരീക്ഷം മാറട്ടെ, സഭയിൽ ഉണർവുണ്ടാകട്ടെ. ദൈവജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ ദേശത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാര ശക്തികൾ ആ ദൈവജനം ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദുർമന്ത്രവാദികൾ ദേശം വിട്ടു പോയിട്ടുണ്ട്. അന്യാരാധന ശൂന്യമായി പോയിട്ടുണ്ട്. ലക്ഷണം പറയുന്നു, ലക്ഷണവിദ്യ ഫലിക്കാതെ പോയിട്ടുണ്ട്. അതായിരുന്നു ദൈവസഭ ഒരു കാലഘട്ടത്തിൽ. മെഡിക്കൽ കോളേജ് തള്ളിയത്, മന്ത്രവാദികൾ തള്ളിയത്, ദേവീ ദേവന്മാർക്ക് കഴിയാത്തത്, പുണ്യവാളന്മാർക്ക് പുണ്യവാളത്തിൽ കഴിയാത്തത് ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട ദൈവജന നടുവിൽ വന്നിട്ടുണ്ട്. ദൈവജന വിശ്വാസത്തിൽ ആത്മാവിൽ ആരാധിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാ പെന്തിക്കോസ് വളർന്നത്. അതിനെ തളർത്താൻ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ഒരു ഉണർവിലേക്ക് മടങ്ങി വരാൻ, ആ പെന്തക്കോസ്തിന്റെ തനതായ ആ ശൈലിയിലേക്ക്, ആ ശക്തിയിലേക്ക് ഒന്ന് മടങ്ങി വരാൻ കർത്താവേ കൃപ വരണമേ. ലോകം മുഴുവനും വലിയ ഉണർവയച്ചുകൊണ്ടിരിക്കുകയാ. രാജ്യം മുഴുവൻ ഉണർവയച്ചുകൊണ്ടിരിക്കുകയാ. നമ്മുടെ കൊച്ചു സഭയെയും അന്തരീക്ഷം മാറ്റി പരിശുദ്ധാത്മാവ് ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ കൃപ. ദൂതൻ വെള്ളം കലക്കുമ്പോൾ ആദ്യം ചാടുന്നവൻ സൗഖ്യം കിട്ടുന്നത് പോലെ യേശുവേ, ഉപവാസ പ്രാർത്ഥനയിൽ ജനം വിടുവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ അമ്മമാർ വിടുവിക്കപ്പെടട്ടെ. എങ്ങനെ ഞങ്ങളുടെ രോഗം സൗഖ്യമാകും? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ. എങ്ങനെ ഞങ്ങളുടെ മനോഭാരം മാറും? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ. എങ്ങനെ ഞങ്ങൾക്ക് ഉണർവ് ലഭിക്കും? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ. എങ്ങനെ കരുത്തരായ പ്രാർത്ഥന വീരന്മാരായി മാറാൻ കഴിയും? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ. എങ്ങനെ വചനം രാപകൽ ധ്യാനിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ. എങ്ങനെ കരുത്തരായ ശുശ്രൂഷകരാകാൻ കഴിയും? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. എങ്ങനെ അന്യായ ബന്ധനങ്ങൾ അഴിയും? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. എങ്ങനെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. എങ്ങനെ പിന്മാറ്റക്കാർ സഭയിൽ മടങ്ങി വരും? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. എങ്ങനെ രക്ഷിക്കപ്പെടാത്ത ദൈവസഭയ്ക്കകത്ത് വരും? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ ദാസന്മാരായ ഞങ്ങളുടെ മേൽ അഹരോന്റെ തലയിലെ അഭിഷേക തൈലം തലയിൽ നിന്ന് അവന്റെ താടി വഴി, അവന്റെ ശരീരം വഴി, ശരീരത്തിന്റെ വിളമ്പ് വഴി ഭൂമിയിലേക്ക് പകർന്നതുപോലെ ഞങ്ങളിലൂടെ അടുത്ത തലമുറകളിലേക്ക്, ഞങ്ങളിലൂടെ ഞങ്ങളുടെ നാട്ടുകാരിലേക്ക്, ആരിലേക്കെല്ലാം ഈ പരിശുദ്ധാത്മാവ് പകരാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നപ്പോ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുക.
ഏതെങ്കിലും മേഖലയെ പിശാച് കെട്ടിയിരിക്കുന്നെങ്കിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകാ. പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ കുറെ നാളുകളായി കേട്ടിട്ടിരിക്കുന്നു. ഉറക്കം, മയക്കം, ക്ഷീണം, തളർച്ച, ഭാരം. യേശുവിന്റെ നാമത്തിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളിൽ പോലും വലിയ സൈന്യമാക്കി മാറ്റിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് പകലൊരു വിടുതൽ സഭയ്ക്കകത്ത് നടക്കട്ടെ. നിങ്ങളുടെ തലമുറകളിൽ അത് സംഭവിക്കട്ടെ. മോനെ, നിന്റെ വിദ്യാഭ്യാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. കുഞ്ഞേ, നിന്റെ പരീക്ഷാ ഹാളിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരട്ടെ. നിന്റെ ഇന്റർവ്യൂവിൽ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഉണ്ടാകട്ടെ. മക്കളെ, പരിശുദ്ധാത്മാവിനെ ആദ്യം പ്രാപിക്ക്. പരിശുദ്ധാത്മാവിന് മുൻതൂക്കം കൊടുക്ക്. പരിശുദ്ധാത്മാവ് ഒന്നാമത്. ജീവിതം അനുഗ്രഹിക്കപ്പെടും, ജീവിതം അഭിവൃദ്ധിപ്പെടും. പണ്ടത്തെ പോലെ കൂട്ടം കൂട്ടമായി സ്നാനങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവ് സഭയിൽ വരുമ്പോൾ പുതിയ പുതിയ സഭകൾ ഉടലെടുക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ശൗലിന്റെ പടച്ചട്ടയല്ല, ശൗലിന്റെ വാളല്ല, ശൗലിന്റെ പരിശീലനമല്ല വേണ്ടിയത്. ദാവീദേ, നിന്റെ മേൽ പകർന്ന ആ തൈലക്കൊമ്പിലെ അഭിഷേക തൈലമില്ലേ, അതാണ് കരടിയുടെ മുമ്പിൽ നിന്നും സിംഹത്തിന്റെ മുമ്പിൽ നിന്നെ വിടുവിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നിന്റെ വെല്ലുവിളികളെയും ഈ ആത്മാവിനാൽ, സൈന്യത്താൽ അല്ല, ശക്തിയാലും അല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. എങ്ങനെ കടഭാരം മാറുമെന്ന്? പരിശുദ്ധാത്മാവ് വന്നാൽ. എങ്ങനെ വീട് പണി നടക്കും? പരിശുദ്ധാത്മാവ് വന്നാൽ. നിങ്ങളുടെ അടുക്കളക്കകത്ത് പരിശുദ്ധാത്മാവ് വരട്ടെ. മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിലേക്ക്, എണ്ണപാത്രത്തിലേക്ക്, നിങ്ങളുടെ അരിപ്പാത്രത്തിലേക്ക്, നിങ്ങളുടെ പഞ്ചസാര പാത്രത്തിലേക്ക്, നിങ്ങളുടെ സകല അവിടെയൊക്കെ സ്തോത്രം പറഞ്ഞാൽ പിറുപിറുത്തോണ്ടും വാടിയ മുഖത്തോടെ പിശാചി ബന്ധിക്കപ്പെട്ട അടുക്കളയിൽ കൂടെ ഒന്നും ചെയ്യരുത്. സ്തോത്രവും പറഞ്ഞ് അന്യഭാഷയും പറഞ്ഞ് അടുക്കള പണിയെടുത്തേ. സ്തോത്രം പറഞ്ഞ് മുറ്റുപടിച്ച് നോക്കിക്കേ. ആത്മാവിൻ്റെ ബലത്തോടെ മുറ്റത്തോടെ നടന്നേ. ആത്മാവിൻ്റെ ബലത്തോടെ ആടിനെയും പശുവിനെയൊക്കെ കൂട്ടി കയറിക്കേ. അനുഗ്രഹിക്കപ്പെടും. ആത്മാവിന്റെ ബലത്തോടെ തൊഴിലുറപ്പുണ്ടെങ്കിൽ പോ, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കടബാധ്യതകളുള്ള നിങ്ങളുടെ അടുക്കിലേക്ക്, ആ ചെറിയ എണ്ണയിലേക്ക് പരിശുദ്ധാത്മാ വ്യാപരിക്കുമ്പോൾ എത്ര പാത്രം വേണേലും വായ്പ മേടിച്ചോ, പാത്രങ്ങൾ കുറയാതിരുന്നാൽ മതി. നിറയ്ക്കുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെതാ. തലമുറകൾ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരും. എല്ലാവരും റാങ്ക് ഹോൾഡറൊന്നും ആകണ്ടെന്ന്, എല്ലാവരും വലിയ ബുദ്ധിശാലികളൊന്നും ആകണ്ട. കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവ് മതി. ഈ ഭരണയിലൂടെ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും, മിച്ചം വരും. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൈവിടല്ലേ, ഉപേക്ഷിക്കരുതേ, അങ്ങയെ വിട്ടുപോയത് ഓർക്കല്ലേ. അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന മകനെ പോലെ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളിതാ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സറണ്ടർ ആകുന്നു. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വീഴുന്നു, ഞങ്ങളെ വിട്ടു തരുന്നു. മക്കളെ, പാപത്തിന്റെ വഴികളെ വിട്ട്, ജഡത്തിന്റെ വഴികളെ, ജഡമോഹങ്ങളെ എല്ലാം വിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഫുൾ പാക്കേജാ. ഇപ്പം ഇവിടുത്തെ പാസ്റ്റർക്ക് സ്വന്തമായിട്ടൊരു നല്ല വീടില്ല എന്നിരിക്കട്ടെ, ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഒരു നല്ല വണ്ടി, യാത്രയൊക്കെ ചെയ്യാൻ ഒരു നല്ല വണ്ടി, പിന്നെന്തുവാ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നല്ല പൈസ, എല്ലാം കൂടെ 1 കോടി രൂപയുടെ ആവശ്യം ഉണ്ടെന്നിരിക്കട്ടെ. പാസ്വേഡ് ഉപസിക്കുകയാണ്, ഈ വണ്ടിക്ക് ഇത്ര ലക്ഷം, വീടിന് ഇത്ര ലക്ഷം, കൊച്ചിന് ഇത്ര ലക്ഷം, അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു 10 കോടി രൂപ ഞാൻ കൊടുക്കുക ഫ്രീ ആയിട്ട്. 10 കോടി ലോട്ടറി അടിച്ച പോലെ 1 കോടിയുടെ ആവശ്യമുള്ളൂ. പിന്നെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഈ 10 കോടിക്കകത്ത് വേണ്ടിയതെല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവിനകത്ത വേണ്ടിയതെല്ലാം ഉണ്ട്. ജീവനും ഭക്തിക്കും കേട്ടോ മക്കളെ, വേണ്ടിയതെല്ലാ സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഉയർച്ചകൾ, സ്വദേശം, വിദേശം, ഹല്ലേലൂയ, കാളവണ്ടി യാത്ര മുതൽ റോക്കറ്റ് യാത്ര വരെ പരിശുദ്ധാത്മാവിനകത്തുണ്ട്. പരിശുദ്ധാത്മാവില്ലാതെ ജീവിക്കരുതേ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക.
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകി വിശുദ്ധിയുടെ വഴികളിലൂടെ തെറ്റും ശരിയും പഠിപ്പിച്ച് നടക്കേണ്ടുന്ന വഴി ഉപദേശിച്ച് അരുതാതെ വഴി തെറ്റിയാൽ വഴി ഇതിലേ ആകുന്നുവെന്ന് ദൃഷ്ടിവെച്ചതിൻ്റെ മേൽ ആലോചന പറഞ്ഞു നിന്ന് നടത്തേണ്ടുന്ന വഴിയെ നടത്തുന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെടട്ടെ. മറിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവൾ സമർപ്പിച്ച ഓൺ ദി സ്പോട്ടിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ പരിശുദ്ധാത്മാവുടെ മേൽ വന്നു. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നിറവിറ്റു. ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്താവൻ അവളിൽ ഉരുവായി. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും ഒതുങ്ങാത്തവൻ, ഭൂമി അവന്റെ പാദപീഠം, സ്വർഗം ആമേ ഭൂമി കൊണ്ട്, ആമേ ചാണുകൊണ്ട് സമുദ്രത്തെ അളക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, പാപം പിടിച്ചൊരു പെങ്കൊച്ചിന്റെ ഉദരത്തിൽ ഉരുവാകുക എന്നതല്ലേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. ആമേൻ. ഇന്ന് പകൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, പിന്നെയും ഉരുവാകുവോളം, പിന്നെയും ഉരുവാകുവോളം, പിന്നെയും ഒരിക്കൽ ഉരുവായതാണ്. എന്തൊക്കെയോ ക്ഷീണം തട്ടി, എന്തൊക്കെയോ തളർച്ച പറ്റി, പിന്നെയും ഉരുവാകുവോളോ പ്രസവ വേദനയോടെ പ്രാർത്ഥിക്കട്ടെ, നെടുവീർപ്പോടെ പ്രാർത്ഥിക്കട്ടെ. യഹോവേ, ഈ ഒരു പ്രാവശ്യം കൂടെ ഈ മനുഷ്യരോട് പ്രതികാരം ചെയ്യുവോ. നിലവിളിച്ച് മുറിച്ചു കളഞ്ഞ ജടകൾ വളരട്ടെ. പിശാച് മുറിച്ചു മാറ്റിയത് വളരട്ടെ. പിശാച് എടുത്തു കളഞ്ഞ ആത്മാവിന്റെ ഫലം, പിശാച് എടുത്തു കളഞ്ഞ കൃപാവരങ്ങൾ, പിശാച് എടുത്തു കളഞ്ഞ പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ ജീവിതം, ആമേ രാത്രിയുടെ യാമങ്ങളൊക്കെ എഴുന്നേരുന്ന് കരയുന്ന, വചനം ധ്യാനിക്കുന്ന, വെളിപ്പാടുകൾ പ്രാപിക്കുന്ന, ആത്മനിയോഗം പ്രാപിക്കുന്ന ജടകൾ അവൻ മുറിച്ചു കളഞ്ഞെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന വളരട്ടെ, 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 വളരട്ടെ. പിശാചേ, എന്നും നീ ഞങ്ങളുടെ മേൽ ജയപേരി മുഴക്കുവാൻ ഞങ്ങളുടെ യേശു നിന്നെ അനുവദിക്കുകയില്ല. എന്നും കെട്ടിയിടാൻ അനുവദിക്കുകയില്ല. എന്നും കണ്ണു പൊട്ടി ചെമ്പ് ചങ്ങല ബന്ധിച്ച് കൂത്തുകാഴ്ചക്ക് യേശു അനുവദിക്കുകയില്ല. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനിയും നീ ചിതറിയോടിയേ പറ്റൂ, നീ ചിതറിയോടിയേ പറ്റൂ. നിന്റെ ഒരു തന്ത്രവും സഭയ്ക്ക് ഫലിക്കില്ല. ഞങ്ങളുടെ ഒറ്റ തലമുറകളെ വിട്ടുതരില്ല. ഞങ്ങളുടെ ഒറ്റ കൗമാരക്കാരെ, ഒറ്റ യൗവനക്കാരെ ഇന്നലകളിൽ പലതിനെ നീ പ്രവാസത്തിൽ കൊണ്ടുപോയി കാണും. എന്നാൽ അപ്പന്റെ ആടുകളെ തൊട്ട സിംഹത്തിന് നേരെ പാഞ്ഞ് ദാവീദിന് കഴിഞ്ഞെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ എത്രയധികം. ഞങ്ങളുടെ കൃപാവരങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ വചന ശുശ്രൂഷകൾ, ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ആരാധനകൾ നിനക്കെതിരെ, സാത്താന്യ ശക്തികൾക്കെതിരെ, ഹല്ലേലൂയ, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ വിടുതലിന് വേണ്ടി, കുടുംബജീവിതങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി പല കുടുംബങ്ങളെ നീ തകർത്തില്ലേ. അവിശ്വാസം, അവിഹിതം കൊണ്ടിട്ട് കുടുംബത്തിൽ വ്യാപരിക്കുന്ന സാത്താന് നിന്റെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ ഈ ദൈവസഭയിൽ ആരാധിക്കുന്ന ഒറ്റ കുടുംബങ്ങളിൽ നിനക്കിടമില്ല. വിട്ടുപോകാ. യേശുവിന്റെ നാമത്തിൽ ആഭിചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, അന്യാരാധന ശക്തികൾ, ഒടുക്കിക്കളയവന്റെ പദ്ധതികളെ യേശുവിൻ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. അഴിയട്ടെ, അഴിഞ്ഞു പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഏതെങ്കിലും കുടിയിരിപ്പുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പുറത്തു വരിക. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ. ആത്മാവിന്റെ സ്വാതന്ത്ര്യം ദൈവജനം അനുഭവിക്കട്ടെ. ആത്മാവിന്റെ വിടുതൽ ദൈവജനം അനുഭവിക്കട്ടെ. ദൈവസഭ വളരട്ടെ. ദൈവസഭ വിശാലമാകട്ടെ. ദൈവസഭയുടെ നഷ്ടപ്പെട്ട എല്ലാ പ്രതാപവും തിരിച്ചു പിടിക്കുന്നു. അതിനാണ് ഈ ഉപവാസം. വെട്ടിക്കളി തിന്നതിന്, പച്ചപ്പുഴു തിന്നതിന്, വിട്ടിൽ തിന്നതിന്, ആമേ തുള്ളൻ തിന്നതിന് ഞങ്ങൾക്ക് പകരം തരുന്നൊരു യേശുവുണ്ട്. ഞങ്ങളുടെ യേശുവിന്റെ സ്നേഹം എത്ര ആഴമാണ്. ആമേൻ. യേശു എത്ര സ്നേഹവാൻ. സാത്താനെ, നിന്റെ തന്ത്രങ്ങൾ ഇനി ഫലിക്കുകയില്ല. ഞങ്ങളുടെ അപ്പൻ വിശ്വസ്തൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വിശ്വസ്തൻ. ചതഞ്ഞ ഓട ഒടിച്ചു കളയാതെ, പുകയുന്നതിന് കെടുത്തി കളയാതെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന യേശു അപ്പാ. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ കർത്താവിനെ ആരാധിച്ചേ കുഞ്ഞേ. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന, രക്താംബരം പോലെ ചുമന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ ക്രൂശിൽ ഒഴുകി വരുന്ന സർവശക്തിയുള്ള യേശുവിന്റെ രക്തം
സർവശക്തിയുള്ള യേശുവിന്റെ രക്തം സകല പാപവും പോക്കി പുതിയ തുരുത്തികളാക്കി, പുതിയ തളികകളാക്കി, പുതിയ പാത്രങ്ങളാക്കി, പുതിയ സൃഷ്ടികളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ പണിതുകൊണ്ടിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടി കുമ്പാരങ്ങളിൽ നിന്ന് കല്ലുകൾ ഞങ്ങൾ ജീവിപ്പിക്കും. നൂറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന മതിലുകൾ ഞങ്ങൾ പണിയും. അതിന്റെ അഭിഷേകം കർത്താവ് ഞങ്ങൾ തന്നു കഴിഞ്ഞു. നീ കല്ലറയ്ക്കകത്ത് വെച്ച ലാസറുമാരെ ഞങ്ങൾ പുറത്തെടുക്കും. അതിനാണ് കർത്താവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേലുണ്ട്. കുരുട്ട് കണ്ണുകളെ ഞങ്ങൾ തുറക്കും. ഹല്ലേലൂയ. കുണ്ടറയിൽ കിടക്കുന്നവരോട് പുറത്തു വരുവാൻ, കാരാഗൃഹത്തിൽ കിടക്കുന്നവരോട് പുറത്തു വരുവാൻ ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. ഞങ്ങളുടെ വിളി അതാ. അതിനാണ് കർത്താവ് ഞങ്ങളെ ആക്കിയത്. നീ ഞങ്ങളെ എവിടെയൊക്കെ കുറച്ചു കാലം തളച്ചു, ഞങ്ങളെ നീ എവിടെയൊക്കെ ഒതുക്കിക്കളഞ്ഞു. ഞങ്ങൾ ഒതുങ്ങിപ്പോയി. ഞങ്ങളുടെ അപ്പൻ ഒതുങ്ങിയവനല്ല. അപ്പന് ഞങ്ങളെ വിടുവിക്കാൻ സമയമായി. ഉണർവിൻ്റെ സമയമായി. കർത്തൃദാസനെ സമയമായി. അരമുറുക്കണം. കുറേയും കൂടെ എടുത്ത് ചാടണം തീക്കകത്തേക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണിയപ്പെടട്ടെ. എവിടെയൊക്കെയോ മറിയമാരും എലിസബത്തുമാരും കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അവരുടെ വീട്ടിലേക്ക് അയക്കാൻ ഒരു ഗബ്രിയേലിനെ ദൈവം അന്വേഷിക്കുകയാ. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരുവനെ ദൈവം അന്വേഷിക്കുകയാ. ഇന്ന് നമുക്ക് നേരമില്ല. ഇന്ന് പാസ്റ്റർമാർക്ക് നേരമില്ല. നമുക്ക് ഫുൾ യാത്ര, അങ്ങ് ബിസി, അങ്ങ് പൊതു ശുശ്രൂഷ, കൺവെൻഷൻ, മാസയോഗം, ഉപവാസ പ്രാർത്ഥന. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നേരമില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസിദാസന്മാരെ, ദൈവസേ അല്പം കൂടെ ഇരിക്കാം, അല്പം കൂടെ മുട്ടി നിൽക്കാം. നമ്മുടെ ഉറക്കത്തിൻ്റെ ചില മിനിറ്റുകൾ നമുക്ക് വെട്ടിക്കുറയ്ക്കാം. ഒരു ഉണർവിന് വേണ്ടി കരയാം. ഉപ്പാ, ദൈവത്തിൻ്റെ അവകാശം ജാതികളുടെ കീഴിൽ കിടക്കുകയാണ്. അനാഖ്യ മല്ലന്മാരവിടെയുണ്ട്. ഘോരന്മാരാണവർ. മോശയുടെ എക്സ്പീരിയൻസ് ഒന്നുമില്ല ജോഷുവേ നിനക്ക്. നീ മുൾപ്പടർപ്പ് തീ കണ്ടിട്ടില്ല. മിസ്രയീമിൽ അത്ഭുതമൊന്നും നീ ചെയ്തിട്ടില്ല. നീ ചെങ്കടൽ രണ്ടാക്കിയിട്ടില്ല. നീ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചിട്ടില്ല. ഈ എക്സ്പീരിയൻസ് ഒന്നും നിനക്കില്ല. പക്ഷെ മോശയോട് കൂടെ ഇരുന്നവൻ, മോശയുടെ കഴിവല്ല, മോശയുടെ മിടുക്ക് കൊണ്ടല്ല, കൂടെ ഇരുന്നവൻ ജോഷുവയും നിന്നോട് കൂടെ. യെസ്, ദൈവം കൊടുത്ത വടി കൊണ്ട് സമുദ്രത്തെ രണ്ടാക്കിയെങ്കിൽ ദൈവത്തിന്റെ പെട്ടകവുമായി യോർദാനെ നമ്മൾ കീറി മുറിക്കും. ദൈവജനം മുൻപോട്ട് പോകും. എരിഹോവിനെ ഞങ്ങൾ ഇടിക്കും. ഇസ്രായേൽ ജനം നിമിത്തം കെട്ടിപ്പൊക്കെ എരിഹോ മതിൽ ആത്മാവിന്റെ ശക്തിയാൽ ഇടിക്കും. അതിനകത്ത് ഞങ്ങൾ കയറും, കൊള്ളയിടും. യേശുവിന്റെ നാമത്തെ നീ അധീനതയിൽ വച്ചിരിക്കുന്ന അന്യാരാധനകൾ കൊണ്ട്, അന്ധവിശ്വാസങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ ബന്ധനങ്ങൾ കൊണ്ട്, മതത്തിന്റെ ചങ്ങല കൊണ്ട്, പാപത്തിന്റെ സ്വാധീനം കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന അനവധി ജാതികളെ യേശുവിന് വേണ്ടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ശക്തിയേറിയ ശുശ്രൂഷ ഇന്ന് പകൽ ഏറ്റെടുക്കട്ടെ. ചില നിയോഗങ്ങൾ ഏറ്റെടുക്കട്ടെ. മക്കളൊക്കെ ഏറ്റെടുത്ത മക്കളെ, കൃപകളെ തരണമേ, കൃപാവരങ്ങളെ തരണമേ. അപ്പച്ചമാരെ പ്രാർത്ഥിച്ചോ, കണ്ണുനീരോടെ നിലവിളിച്ചോ. അമ്മച്ചിമാര് കരയുന്നവരാകട്ടെ. ഒരു ഉണർവിനെ കാണോ. ഈ അന്ത്യകാലത്ത് കണ്ണടയുന്നതിന് മുൻപ് ഒരു ഉണർവ് കൂടെ കണ്ട് നിത്യതയെ ചേരുവാൻ, ഒരു കൂട്ടം ആത്മാക്കളെ കൂടെ കണ്ട് നിത്യതയെ ചേരുവാൻ, കൃപാവരങ്ങൾ ജ്വലിക്കുന്നത് കണ്ട്, പ്രവാചകന്മാരെ കണ്ട്, പ്രവാചികമാരെ കണ്ട്, വെളിപ്പാടുകൾ കണ്ട് അക്കരമാണെത്തുവാൻ കൃപ തരണമേ അപ്പാ. കൃപയേ, കൃപ 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 കൃപയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് എന്നോട് പറഞ്ഞത് സംഭവിക്കും. കർത്താവ് വന്നില്ലെങ്കിൽ ഈ വചനം നമ്മൾ രാത്രി ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ധ്യാനിക്കും. മറ്റെന്തെങ്കിലും നിയോഗമുണ്ടെങ്കിൽ ഞങ്ങൾ വഴിമാറും. അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ ബാക്കി നമ്മൾ രാത്രി ധ്യാനിക്കും. ഇന്ന് പകൽ എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. കുറുക്ക് വഴികളൊന്നുമില്ല. അതിന് നീ വേറെ ഒന്നും ചെയ്യണ്ട. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആമേൻ. അവിടെ അത്ഭുതങ്ങൾ നടക്കും. കന്യകയിലൂടെ കടലിലെ മണൽത്തരികളെക്കാൾ അധികമുള്ള, ഭൂമിയിലെ മണൽത്തരികളെക്കാൾ, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമുള്ള അനവധി തലമുറകളെ ഈ പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിക്കുവാൻ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ആമേൻ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നവരും ആത്മീയ ഗീതമുള്ള പാടി കർത്താവിനെ ശക്തിയോടെ ചില നിമിഷം കൂടെ ആരാധിക്കും.